നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ TCV നടത്തുന്ന യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കുന്നംകുളം നഗരസഭയിലാണ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ കുന്നംകുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന നഗരസഭയാണ് കുന്നംകുളം നഗരസഭ. 34 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള നഗരസഭയിൽ മുതുവമ്മൽ മുതൽ അഞ്ഞൂർ പാലം വരെയുള്ള 37 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ LDFന്റെ തന്നെ നേതൃത്വത്തിലാണ് ഇത്തവണയും കുന്നംകുളം നഗരസഭയുടെ ഭരണ ചുമതലയുള്ളത്. അതേ ചെയർപേഴ്സണാണ് ഇത്തവണയും നഗരസഭയെ നയിക്കുന്നത്. എന്തായാലും നിരവധി വികസന നേട്ടങ്ങൾ ഇതിനോടകം നടന്ന നഗരസഭ കൂടിയാണ് കുന്നംകുളം. ഒട്ടേറെ ചർച്ചകൾ നടക്കുന്ന നഗരസഭ കൂടിയാണ്. എന്തായാലും അത്തരമൊരു ചർച്ചയിലേക്ക് നഗരസഭയെ സമഗ്രമായി തന്നെ അറിയാം. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ CPM പ്രതിനിധി കൂടിയായ സീതാ രവീന്ദ്രൻ, ഒപ്പം തന്നെ നഗരസഭാ പ്രതിപക്ഷ നേതാവും BJP പ്രതിനിധിയുമായ KK മുരളി, ഒപ്പം കൗൺസിലറും കോൺഗ്രസ് പ്രതിനിധിയുമായ ബിജു C ബേബി എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ ചെയർപേഴ്സണിലേക്ക് പോകാം. കാരണം ഈ ഒരു കഴിഞ്ഞ 4 വർഷ കാലയളവിൽ നഗരസഭയിലുണ്ടായ വികസന നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തി നിൽക്കുന്നു കുന്നംകുളം നഗരസഭയുടെ വികസനം? നമസ്കാരം. കുന്നംകുളം നഗരസഭ 37 വാർഡുകളും 54,071 ജനസംഖ്യയുള്ള നഗരസഭയാണ്. 34.8 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ നഗരസഭയുടെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു അന്തിമഘട്ടത്തിൽ 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ്. 2015 മുതൽ 2025 എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വികസനത്തിൻ്റെ വളരെയേറെ മുന്നോട്ട് പോകാൻ സാധിച്ചു. പലതും മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ വികസനങ്ങളെല്ലാം കൈവരിക്കുമ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ 37 കൗൺസിലർമാരും കൂടെ നിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ സഹായിച്ചിട്ടുള്ളത്. 2015 അധികാരത്തിൽ കയറുമ്പോൾ ആദ്യം തന്നെ കാലങ്ങളായി അടഞ്ഞു കിടന്നിരുന്ന നഗരസഭയുടെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാൾ, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെല്ലാം അവിടെ വന്ന് നഗരസഭയ്ക്ക് മുന്നിൽ വന്ന് സമരം ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടും തുറന്നു കൊടുക്കാൻ സാധിക്കാതിരുന്ന ആ സാംസ്കാരിക നിലയം ടൗൺ ഹാളിൻ്റെ പുനരുദ്ധാരണമാണ് ഏറ്റവും ആദ്യം ആ ഭരണസമിതി ഏറ്റെടുത്തത്. അതിനുശേഷം 2001 നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന കാലങ്ങളായി ജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ് കുന്നംകുളത്തെ ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ബസ് സ്റ്റാൻഡ് എന്നൊരു സ്വപ്നം. അത് 2001 സ്ഥലമെടുപ്പ് കഴിഞ്ഞതാണ്. പക്ഷേ 2015 ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിനെ തുടക്കം കുറിക്കാൻ സാധിച്ചത്. 2019-20 കാലഘട്ടത്തിലെ 15.45 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അത് ഇന്ന് കേരളത്തിൽ ഇത്രയും മനോഹരമായ അല്ലെങ്കിൽ ഇത്രയും ശാസ്ത്രീയമായ രീതിയിൽ ഇത്രയും സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് വേറെ എവിടെയും കാണാത്ത രീതിയിൽ അതുതന്നെയാണ് ഞങ്ങൾക്ക് എന്നും എടുത്തു പറയാനുള്ള വലിയൊരു നേട്ടമായി കാണുന്നത്. അതുപോലെ തന്നെയാണ് 2009 മാലിന്യ സംസ്കരണത്തിന് വേണ്ടി തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ 2009 തുടക്കം കുറിച്ചെങ്കിലും കൂടി പല പ്രശ്നങ്ങളും മൂലം അത് പിന്നീട് തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നീട് 2016 ഇവിടെ ജൈവമാലിന്യ സംസ്കരണം എന്ന രീതിയിൽ ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞത്. 1948 രൂപീകരിച്ചതാണ് കുന്നംകുളം നഗരസഭ. ആ കാലഘട്ടം മുതലേ കുന്നംകുളത്തെ കുറുക്കമ്പാറ എന്ന ഒരു 4 ഏക്കർ വരുന്ന ആ സ്ഥലത്ത് ഈ പട്ടണത്തിൻ്റെ മുഴുവൻ മാലിന്യങ്ങളും ഡംപ് ചെയ്തിരുന്ന ഒരു പ്രദേശമാണ്. വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന അവിടുത്തെ ജനങ്ങൾ ജീവിതത്തിനും കുടിവെള്ളത്തിനും അന്തരീക്ഷ മലിനീകരണവും വായുമലിനീകരണവും എല്ലാമായി വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. മിക്കപ്പോഴും വലിയ വലിയ ജനരോഷങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് 2016 ഞങ്ങൾക്കത് മാലിന്യ സംസ്കരണം, ജൈവമാലിന്യ സംസ്കരണം അവിടെ തുടങ്ങാൻ കഴിഞ്ഞത്. പിന്നീട് ഘട്ടം ഘട്ടമായി പിന്നീട് ഇപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഏറ്റവും പ്രശ്നമുള്ളതാണ് ചിക്കൻ വേസ്റ്റ് എന്നത്. ആ ചിക്കൻ വേസ്റ്റ് പലപ്പോഴും തോടുകളിലും റോഡ് വക്കത്തും കൊണ്ടുവന്നിടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി 2018-19 കാലഘട്ടത്തിലാണ് ചിക്കൻ വേസ്റ്റ് വളമാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. അതുകൂടാതെ
ഇതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്നാണ് ചകിരിച്ചോറ് ഇതിനു വേണ്ടിയുള്ള ഈ വളം ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മീഡിയ ഉണ്ട്, ഇനോക്കുലും ചകിരിച്ചോറും. അത് പൊള്ളാച്ചിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നീട് പല തടസ്സങ്ങളുമായി, പ്രത്യേകിച്ചും കോവിഡ് സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തന്നെ ഈ ചകിരി സംസ്കരണ യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു ഡോക്ടർ തോമസ് ഐസക്ക് ഈ സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് ഈ ചകിരി സംസ്കരണ യൂണിറ്റ് ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞത്. ആ ചകിരി സംസ്കരണ യൂണിറ്റ് ഒരു മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ചകിരിച്ചോറ് എന്നത് മസ്റ്റാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഏക തദ്ദേശ സ്ഥാപനം കേരളത്തിൽ ഇന്നും കുന്നംകുളം നഗരസഭയാണ്. അങ്ങനെ ചകിരിച്ചോറ് നമുക്കതിനാവശ്യമായ ചകിരിച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ചകിരിനാര് ആലപ്പുഴയ്ക്ക് കയറ്റി അയക്കുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആ ഒരു സംരംഭം നമുക്ക് നടത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ 67 ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത്. 8 പേരെ കൂടി ഈ മാസം ഞങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വാർഡിലേക്കും 2 വീതം എന്ന രീതിയിൽ 74 ഹരിതകർമ്മസേന അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകളിലും അജൈവ മാലിന്യം ശേഖരിക്കാനുള്ള പ്രവർത്തനം 2ാം ഘട്ടത്തിൽ നല്ല വീട് നല്ല നഗരം പദ്ധതിയിലൂടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാർച്ച് 30-നാണ് ഓരോ വാർഡുകളും മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾക്കത് 2021 തന്നെ ഞങ്ങൾ 37 വാർഡുകളും, അത് ഞങ്ങൾ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രധാന വ്യക്തികളെ കൊണ്ടുവന്നിട്ടാണ് 37 വാർഡിലും ഞങ്ങൾക്കത് 21 തന്നെ അതിൻ്റെ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു രജിസ്റ്റർ കൈമാറുകയും അവരുടെ വീട്ടിലുണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ കൈമാറാം. ഈ പ്ലാസ്റ്റിക് മാത്രമല്ല നമ്മൾ സ്വീകരിക്കുന്നത്, ഏതൊക്കെ വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റുകളെല്ലാം. അപ്പോൾ അവസാനം നമുക്ക് കുട്ടികളിലും പ്രായമായ ആളുകളും ഉപയോഗിക്കുന്ന ഡയപ്രം അത് അടക്കം നമ്മൾ വാങ്ങിക്കാനുള്ള ഒരു കമ്പനിയുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ജൈവ മാലിന്യവും അജൈവ മാലിന്യവും ചിക്കൻ വേസ്റ്റും വളമാക്കി മാറ്റുന്നതും, അതുപോലെ തന്നെ അജൈവ മാലിന്യം സെഗ്രിഗേറ്റ് ചെയ്ത് കയറ്റി അയക്കാനും അതിലെ റിജക്ഷൻ നമ്മൾ നഗരസഭ തന്നെയാണ് പൈസ കൊടുത്തിട്ട് കയറ്റി അയക്കുന്നത്. അപ്പോൾ ഖരമാലിന്യമില്ലാത്ത നാടാക്കി പ്രഖ്യാപനം കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് ദ്രവമാലിന്യം. ഈ ദ്രവമാലിന്യത്തിൻ്റെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിലും പ്രവർത്തിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ്, ഈ ഭരണസമിതിയുടെ കാലത്താണ് നമ്മൾ ഒരു പുതിയ STP നഗരസഭയിലുണ്ടാകുന്ന ദ്രവമാലിന്യവും ഈ ടോയ്ലറ്റുകളിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ കുന്നംകുളത്തെ എടുത്തു പറയാവുന്നതാണ് സുഭിക്ഷ ക്യാൻറ്റീൻ. 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന പല സ്ഥലങ്ങളിലും അത് ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ കോവിഡ് കാലവും അതിനുശേഷം ഉണ്ടായ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം പൂട്ടിയിരിക്കുന്ന അവസ്ഥ, ജനകീയ ഹോട്ടലുകളെല്ലാം പൂട്ടി. പക്ഷേ ഈ നഗരസഭയിൽ ആരംഭിച്ച ഈ സുഭിക്ഷ ക്യാൻറ്റീൻ ഇന്നും പ്രവർത്തിക്കുക. ഒരു 1000-ലധികം ആളുകൾ, നിങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ നോക്കിയാൽ കാണാം, നീണ്ട ക്യൂ ആണ്. 1000-ലധികം ആളുകൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവർ കൈ കഴുകാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പാത്രം കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഗ്രേ വാട്ടർ, അത് വലിയ മണം ഉണ്ടാക്കുന്ന. അപ്പോൾ അതുകൊണ്ടാണ് ഈ നഗരസഭാ കോമ്പൗണ്ടിൽ തന്നെ ആദ്യത്തെ ഉദ്യമം എന്ന രീതിയിൽ 10 KLDയുടെ 40 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു STP ഇവിടെ പൂർത്തീകരിച്ചു. ഇനി 2ാമത്തെ STP, ആ സംഖ്യയും നമ്മൾക്ക് അർബൻ അഗ്ലോമറേഷൻ്റെ ഫണ്ടാണ്. അതുപോലെ തന്നെ അർബൻ അഗ്ലോമറേഷൻ്റെ 60 ലക്ഷം രൂപ കൂടി ഇപ്പോൾ നമുക്ക് പാസ്സായിട്ടുണ്ട്. സംസ്ഥാന ഫണ്ട് തന്നെയാണ്. ആ ഫണ്ട് ഉപയോഗിച്ച് കുന്നംകുളത്തെ പുതിയ ബസ് സ്റ്റാൻഡിലെ ഒരു STP പ്രവർത്തനം ആരംഭിക്കാനുള്ള അതിൻ്റെ DPR തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ അതിൻ്റെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും. അവിടെ ആ തോട്ടിലൊക്കെ വെള്ളം വളരെ മലിനമായിട്ടും ഈ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ടോയ്ലറ്റുകളിൽ നിന്നും ഹോട്ടലിൽ നിന്നും വരുന്ന വെള്ളം മലിനമായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അവിടെ ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വികേന്ദ്രീകൃതമായിട്ടുള്ള ദ്രവമാലിന്യ സംസ്കരണങ്ങൾ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് കയറിക്കിടക്കാനൊരു വീട് എന്നുള്ളത്. അത് കുന്നംകുളം നഗരസഭയിലെ കഴിഞ്ഞ ഭരണസമിതി 2015 മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. 10 DPRകളിലായിട്ടാണ് അതിൻ്റെ 10ാമത്തെ DPRലുള്ള ആളുകളെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നഗരസഭ 62.48 കോടി രൂപ 2015-20 കാലഘട്ടത്തിൽ ചെലവഴിച്ചു. അതിൽ 30.59 കോടി രൂപ നഗരസഭയുടെ ഫണ്ടാണ്. ഒരു വീടിന് 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിൽ 2 ലക്ഷം രൂപ നഗരസഭ ഫണ്ടാണ്. കൂടാതെ അതിൽ 1.5 ലക്ഷം രൂപയാണ് കേന്ദ്ര ഫണ്ട്. അതുപോലെ 50,000 രൂപയും
അതുപോലെ ഈ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസയും കൂടിയിട്ടാണ് നമുക്ക് ഏകദേശം 4,24,000 രൂപ ഒരു വീടിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് ലോൺ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അത് നമ്മുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വർഷം ഈ വർഷമല്ല, ഈ ഭരണസമിതിയുടെ കാലത്ത് 2021-24 കാലഘട്ടത്തിൽ 24 വരെയുള്ള കണക്ക് ഞാൻ പറയുന്നത് 20.84 കോടി രൂപ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 1,617 പേരുടെ വീട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും ആളുകൾ പണി ചെയ്യാനുണ്ട്. അവരെയൊക്കെ വളരെ തിരക്ക് പിടിച്ച് തന്നെ ഈ ഭരണസമിതിയുടെ കാലത്ത് അടുത്ത 2025 ഡിസംബർ 30-നുള്ളിൽ പണി പൂർത്തിയാക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ മേഖല, കുട്ടികളുടെ പഠനം എന്നുള്ളത്. അത് നമുക്ക് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ നല്ലൊരു സംഖ്യ പലപ്പോഴായിട്ട് 6.5 കോടി രൂപ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വേറെയുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് കുന്നംകുളം ഒരു സ്പോർട്സ് ഹബ്ബായി മാറിയിരിക്കുക. സീനിയർ ഗ്രൗണ്ട്, സിന്തറ്റിക് ട്രാക്ക്, പുൽമൈതാനം, അതുപോലെ തന്നെ സ്പോർട്സ് ഡിവിഷൻ കൊണ്ടുവന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്പോർട്സ് ഡിവിഷൻ, അതിനു വേണ്ടിയുള്ള അവർ ഹോസ്റ്റല്, ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിനുള്ള എല്ലാ ടെൻഡറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഏറ്റവും നല്ല ഒരു സ്പോർട്സ് ഹബ്ബായി കുന്നംകുളത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് അനുവദിച്ചാണ് അസാപ്പ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന ഒരു പദ്ധതി. അത് വിവിധ ഭാഷകൾ, വിവിധ തൊഴിലുകൾ, ഇപ്പോൾ മഹേന്ദ്രയുടെ ആ കമ്പനിയുടെ പ്രവർത്തനം കൂടി അവിടെ ഉള്ളതുകൊണ്ട് എല്ലാ മാസവും ഇപ്പോൾ ഒരു ജോബ് ഫെയർ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ വിജ്ഞാന കേരളം എന്ന പദ്ധതിയിലൂടെ പഠിച്ചു കഴിഞ്ഞുള്ള കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഏപ്രിൽ 26-ാം തീയതി വിപുലമായ ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ മാസവും ഈ അസാപ്പിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഈ സെൻറ്ററിൽ ഈ തൊഴിൽ മേളയും അതിനുവേണ്ടിയുള്ള പരിശീലനം നടക്കുക. അപ്പോൾ കുന്നംകുളം നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിലെ 30 നേഴ്സിംഗ് അസിസ്റ്റൻ്റ് വിദ്യാർത്ഥികൾക്ക് പഠനം, അതിൻ്റെ പരിശീലനം കൊടുക്കുകയും അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു. ഈ വർഷം നമുക്ക് അത് കമ്പ്യൂട്ടർ പഠനമാണ് കൊടുത്തത്. 28 കുട്ടികൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം കുട്ടികളുടെ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തൊഴിലിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലാണ് നഗരസഭ. അപ്പോൾ ഈ നമ്മുടെ ഗ്രീൻ പാർക്ക്, കുറുക്കമ്പാറ ട്രഞ്ചിങ് ഗ്രൗണ്ട് എന്ന് അറിയപ്പെട്ടിരുന്ന ആ പ്രദേശം ഇന്ന് ഗ്രീൻ പാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഗ്രീൻ പാർക്കിൽ ഇപ്പോൾ ഒരു 105 സ്ത്രീകളാണ് തൊഴിൽ ചെയ്യുന്നത്. അതിൽ ഹരിതകർമ്മസേനയുണ്ട്, സമതയിലെ വളമുണ്ടാക്കുന്ന ആളുകൾ 7 പേരുണ്ട്, ചകിരി സംസ്കരണ യൂണിറ്റിൽ 6 പേരുണ്ട്, അതുപോലെ സേവനശ്രീ, ഐശ്വര്യശ്രീ എന്ന് പറഞ്ഞിട്ട് ടൗണിൽ നിന്ന് മാലിന്യം കൊണ്ടുവരുന്ന 8 പേരുണ്ട്. അങ്ങനെ 105 പേർക്ക് അവിടെ തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പട്ടികജാതി ക്ഷേമം, താഴെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളെ കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി 2015-20 വർഷത്തിൽ 9.38 കോടി രൂപ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 21-24 വരെ നമ്മളെടുത്ത കണക്ക് 9.29 കോടിയാണ്. അപ്പോൾ ഇത്രയും പൈസ അത് നമ്മൾ വീടിന് ധനസഹായം കൊടുക്കുന്നുണ്ട്. 64 പേർക്ക് വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റായിട്ടും നഗരസഭാ ഫണ്ടായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിദേശങ്ങളിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അവർക്ക് 1,25,000 രൂപ വരെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം 1 ലക്ഷം രൂപയായിരുന്നു. അതേപോലെ അംബേദ്കർ കോളനി, നഗരസഭയിലെ ഒരു 18-ാം വാർഡിലാണ് അംബേദ്കർ നഗർ, കോളനി പറയാൻ പാടില്ലല്ലോ, അംബേദ്കർ നഗർ, 1 കോടി രൂപ അവിടെ ചെലവഴിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 5 കേന്ദ്രങ്ങളിലാണ് സാമൂഹ്യ പഠന കേന്ദ്രം. അത് ജില്ലയിലെ DPC തന്നെ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്താണ്. കുന്നംകുളം നഗരസഭ മാത്രമാണ് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ കുട്ടികളുടെ പഠനം ഏറ്റവും മെച്ചമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം. അത് SSLC ജനറൽ വിഭാഗം കുട്ടികൾക്കും നമുക്ക് വിജയതീരം എന്ന പദ്ധതിയിലൂടെ 100% കുട്ടികൾ വിജയിക്കുക. അപ്പോൾ കുന്നംകുളം നഗരസഭ പരിധിയിലെ 2 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി
എഞ്ചിനീയറിംഗ് ഹൈസ്കൂളാണുള്ളത്, ബോയ്സും ഗേൾസും. പിന്നെ UP വിഭാഗമാണ് നമ്മുടെ വടുതലയുള്ളത്. അപ്പോൾ ഈ വിദ്യാലയങ്ങളിലെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ SSLC +2 കുട്ടികളെ 100% വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് വിജയതീരം എന്ന പദ്ധതിയിലൂടെ ക്ലാസ് കഴിഞ്ഞ സമയം വീണ്ടും അവർക്ക് അഡീഷണൽ കോച്ചിങ് കൊടുത്ത് അവർക്ക് ആ സമയത്ത് ഒരു റിഫ്രഷ്മെൻറ്റ് കൊടുക്കാനും ഉള്ള പദ്ധതികളാണ്. കൂടാതെ കുട്ടികളുടെ കായിക പരിശീലനം, ഇന്ന് ഏറ്റവും വലിയ വിപത്താണ് മദ്യവും ലഹരിക്ക് അടിമപ്പെടുക എന്ന്. അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് നഗരസഭ കുട്ടികൾക്ക് വേണ്ടി അവരെ കോച്ചിങ് കൊടുക്കുക. വിവിധ തരങ്ങളിലുള്ള സ്പോർട്സുകൾക്ക് കോച്ചിങ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് അവർക്ക് വേണ്ട സ്പോർട്സ് കിറ്റ് കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ ആരോഗ്യ മേഖലയിലെ വലിയ കുതിച്ചുകയറ്റാണ് നമുക്ക് നഗരസഭയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ താലൂക്ക് ആശുപത്രി നമുക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് 96 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 7 നില കെട്ടിടം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ആശുപത്രിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക, പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പോർക്കളങ്ങാട് അർബൻ FHC, അവിടെ എല്ലാ ദിവസവും 2 നേരവും ഡോക്ടറാണ്. കാലത്ത് 8 മണി തൊട്ട് 2 മണി വരെ, വീണ്ടും 6 മണി വരെ 2 ഡോക്ടർമാരുണ്ട്. എല്ലാ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരും വരുന്നുണ്ട്. മാത്രമല്ല അവിടെ പോളി ക്ലിനിക് ലാബ് വന്നതോടുകൂടി 60 തരം ടെസ്റ്റുകൾ നടത്താൻ കഴിയുന്നുണ്ട്. അതുകൂടാതെയാണ് ആർത്താട്ട് ഹെൽത്ത് സെൻറ്റർ, അവിടെയും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടക്കുന്നു. കക്കാട് സബ് സെൻറ്റർ ഉണ്ട്, ചെമ്മണൂർ ഒരു സബ് സെൻറ്റർ ഉണ്ട്, ചെറുവത്താനിയിൽ ഇപ്പോൾ അതിൻ്റെ കെട്ടിടത്തിൻ്റെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അടുത്ത് തന്നെ അത് പണി ആരംഭിക്കാൻ കഴിയും. 3 ഹെൽത്ത് സെൻറ്റർ, 3ാമത്തെ ഹെൽത്ത് സെൻറ്റർ ഈ മാർച്ച് 27-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 2 ഹോമിയോ ഡിസ്പെൻസറിയുള്ള ഒരു തദ്ദേശ സ്ഥാപനം അടുത്തൊന്നുമില്ല. ആ 2 ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്. ആയുർവേദ ആശുപത്രി, ഇപ്പോൾ അത് അവിടെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ വരാൻ പോവുകയാണ്. അതുപോലെ ഏറ്റവും പ്രധാനമാണ് സൗജന്യ ഡയാലിസിസ്. ഈ സൗജന്യ ഡയാലിസിസ് ഇപ്പോൾ ഡയാലിസിസ് പേഷ്യൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 25 ലക്ഷം രൂപ നഗരസഭ ഓരോ വർഷവും സൗജന്യ ഡയാലിസിസിന് വേണ്ടി മാറ്റിവെക്കുക. അതേപോലെ വയോമിത്രം, വയസ്സായ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി മരുന്നും ഡോക്ടറും അവരുടെ അതാത് വാർഡുകളിൽ വന്ന് ചികിത്സ നടത്തുന്നതിന് വേണ്ടി അതിന് നമ്മൾ പൈസ വയ്ക്കുന്നുണ്ട്. അതുപോലെ ഈ കോവിഡ് കാലത്ത് നമ്മൾ ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ ഈ കിഡ്നി പേഷ്യൻറ്റിനും ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്കും 10 ലക്ഷം രൂപ അതിന് മാത്രം മാറ്റിവെക്കുക ചെയ്തത്, അതിന് മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കാൻ. 2 വർഷം നമുക്ക് 20-21 വർഷം എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം, ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടത്ര വികസനം ആ കാലഘട്ടത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ ഡിമെൻഷ്യ രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കും നമ്മൾ ഈ പദ്ധതിയിൽ പൈസ ചെലവഴിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ വൈദ്യുതി ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ആശുപത്രിയിൽ നമ്മൾ ഇതിൻ്റെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്, ടൗൺ ഹാളിൽ വെച്ചിട്ടുണ്ട്, നഗരസഭയുടെ മുകളിലും ഈ സോളാർ പാനൽ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ആശുപത്രിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കാലാകാലങ്ങളിൽ ആംബുലൻസ് അടക്കം പുതിയതൊന്ന് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് MLA ഫണ്ട് വെച്ച്. അതുപോലെ ഞാൻ ചെറിയൊരു ഇടപെടൽ നടത്തുകയാണ്. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ആ ചർച്ചയ്ക്ക് ഉള്ളിൽ നിൽക്കേണ്ടതുകൊണ്ടാണ് വളരെ വേഗം തന്നെ ഇനിയും അടുത്ത ഘട്ടത്തിലായിട്ട് ബാക്കി പദ്ധതികൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റ് പ്രതിനിധികളിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വികസന കാര്യങ്ങൾ പറഞ്ഞാൽ കുന്നംകുളത്ത് നിങ്ങൾ തരുന്ന സമയം ഞങ്ങൾക്ക് മതിയാവില്ല. കാരണം അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ കുന്നംകുളത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട്. വിശപ്പുരഹിത പട്ടണം, അതുപോലെ തന്നെ നഗരത്തിലെ നിരീക്ഷണ ക്യാമറ, ഈ മാലിന്യം തള്ളുന്നവരെ പിടിക്കുന്നതിന് വേണ്ടി നിരീക്ഷണ ക്യാമറ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ ആദ്യം 18 എണ്ണം വെച്ചു, ഇപ്പോൾ വീണ്ടും 7 നിരീക്ഷണ ക്യാമറ കൂടി വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ 2 പകൽ വീട്, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു പകൽ വീട്, അത് പ്രായമായ ആളുകൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് അവരുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും അതുപോലെ അവർ മറ്റുള്ളവരുമായൊരു സമ്പർക്കം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പകൽ വീട് എന്ന ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ പോയത്. അതുപോലെ ജംഗ്ഷൻ വികസനം, അത് കുന്നംകുളത്തിൻ്റെ ട്രാഫിക് കുറയ്ക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ 31.98 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ജംഗ്ഷൻ വികസനം വരുന്നത്. ഞാൻ ചുരുക്കി പറയാം. അതേപോലെ തന്നെ കുടുംബശ്രീ സംവിധാനത്തിലൂടെ ഒരുപാട് സ്ത്രീകൾക്ക് ഇന്ന് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിരിക്കുക. ദാരിദ്ര്യ ലഘൂകരണം എന്നുള്ളത് തന്നെയാണ്, സ്ത്രീ ശാക്തീകരണമാണ് അതിൻ്റെ ലക്ഷ്യം. ആ ദാരിദ്ര്യ ലഘൂകരണം എന്നുള്ളത് അതിദരിദ്രരില്ലാത്ത പട്ടണമായി കുന്നംകുളം മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ നവംബറിൽ തന്നെ നമുക്കത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. മുസാവരി ബംഗ്ലാവിലായിരുന്നു അവർ ആദ്യം കുടുംബശ്രീ പ്രവർത്തിച്ചിരുന്നത്. അത് അവർക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം, അവർ കുടുംബശ്രീക്ക് പ്രവർത്തിക്കാനുള്ള കെട്ടിടവും അതുപോലെ ഒട്ടനവധി വനിതാ തൊഴിൽ സംരംഭങ്ങൾ
സംരംഭങ്ങൾ, കെ സ്മാർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കെ സ്മാർട്ട് സെൻറ്റർ, മാരേജ് ബ്യൂറോ, ലോണ്ടറി യൂണിറ്റ്, അതുപോലെ ചെറുകിട തൊഴിലവസരങ്ങൾ, വനിതാ ജിം 10 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ മാർച്ച് 8-ന് വനിതാ ജിം ഉദ്ഘാടനം ചെയ്തത്. ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 48 അംഗൻവാടികളാണ് നമുക്കുള്ളത്. അതിൽ 44 എണ്ണത്തിനും കെട്ടിടമായി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 5 കെട്ടിടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഈ ഭരണസമിതിയുടെ കാലത്ത് 3 കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും കെട്ടിടങ്ങൾ ഒരെണ്ണത്തിന് സ്ഥലം വാങ്ങിക്കാൻ പൈസ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 കെട്ടിടങ്ങൾക്ക് കൂടി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം ഏറ്റവും പ്രശ്നം തന്നെയാണ്. എത്ര പുതിയ കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവന്നാലും അത് എല്ലാം ഭൂഗർഭജലം താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം ലഭിക്കാത്തൊരു അവസ്ഥ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പദ്ധതികളും ചെറുതും വലുതായിട്ടുള്ള 73ഓളം കുടിവെള്ള പദ്ധതികൾ ഈ ഭരണസമിതിയുടെ കാലത്ത്, അതിന് മുമ്പുള്ളത് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുളങ്ങൾ, ഒരുപാട് കുളങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് 2.69 കോടി രൂപ ഉപയോഗിച്ച് ഇപ്പോൾ നമ്മുടെ ചാട്ടുകുളം ഏറ്റവും നല്ല രീതിയിൽ, അതുപോലെ തന്നെ ഏരുകുളം, പുത്തൻകുളം തുടങ്ങി ഒരുപാട് കുളങ്ങൾ നമുക്ക് പുതിയതായി കുഴിക്കാനും അതുപോലെ തന്നെ അത് സംരക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. സമൃദ്ധി കുടിവെള്ള പദ്ധതി അർബൻ അഗ്ലോമറേഷൻ്റെ ഫണ്ടാണ്. 60 ലക്ഷം രൂപ ഉപയോഗിച്ച് നിരവധി വാർഡുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കി. ഇപ്പോൾ 1 കോടി രൂപ വർക്ക് ഇപ്പോൾ ഈ വർഷം നമ്മളതിൻ്റെ ഡിപ്പോസിറ്റ് ചെയ്ത് വിവിധ ഭാഗങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ചെയ്യാണ്. കൂടാതെ അമൃത് പദ്ധതിയിൽ നമുക്ക് 3100 ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിൽ 14 കോടിയുടെ നമ്മൾ ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ ടാങ്കിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. 14 കോടി രൂപയുടെയാണ് ലൈൻ എക്സ്റ്റൻഷൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ചെയ്താലും അതിലേക്ക് വെള്ളം എത്തിക്കാനുള്ളത് TS ആയിട്ടില്ല. അതിൻ്റെ ടെൻഡർ കൂടി കഴിഞ്ഞാലാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുള്ളൂ. അതിന് 21 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ നമുക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഈ റോഡുകളുടെ കാര്യത്തിൽ പല റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നഗരസഭാ റോഡുകൾ ഏകദേശം 75 കോടി രൂപയോളം റോഡുകളുടെ വികസനത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നഗരസഭയുടെ ആസ്ഥാന മന്ദിരം ആർത്താട്ട് കുറുക്കമ്പാറ പ്രദേശത്താണ് തഞ്ചംകുന്ന് എന്ന സ്ഥലത്ത് 22.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് താലൂക്ക് എന്ന സ്വപ്നത്തിന് വളരെ കാലം കാത്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2016 ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് കുന്നംകുളത്ത് താലൂക്കായിട്ട് പ്രഖ്യാപിക്കുകയും അതിനുശേഷം നമുക്ക് താലൂക്ക് മന്ദിരത്തിന് വേണ്ടി 22.5 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ അതിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. നഗരസഭ അനക്സ് ഈ കെട്ടിടം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ ഭരണസമിതി 2015 കയറുമ്പോൾ വളരെ ശോചനീയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ഗേറ്റ് പോലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചാരി വെച്ചിരുന്ന ഗേറ്റുകളാണ്. അത് രണ്ടും അതിമനോഹരമായ 2 കവാടങ്ങളാക്കുകയും എല്ലാ സെക്ഷനുകളും അതിന് ക്യാബിൻ തിരിക്കാനും ഈ മിനി ഹാള്, ഇതിന് തൊട്ടപ്പുറത്തൊരു മിനി ഹാള്, കോൺഫറൻസ് ഹാൾ, കൗൺസിൽ ഹാളിൻ്റെ പ്രാരംഭഘട്ടം പണി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള മറ്റ് സൗകര്യങ്ങൾ അവിടെ ഒരുക്കി. അങ്ങനെ നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. എന്നാലും നമുക്ക് സൗകര്യക്കുറവുണ്ട് എന്ന് ബോധ്യമായതിൻ്റെ ഭാഗമായി 2.20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് ഒരു അനക്സ് കൂടി നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അടുത്ത ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. ഞാൻ എന്തായാലും ഒന്ന് ഇടപെടുകയാണ്, കാരണം സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങള് തീർച്ചയായും നമുക്ക് തിരിച്ചു വരാം. എന്തായാലും ഞങ്ങൾക്കിനി പൂർണ്ണമായിട്ട് ചെയ്ത് തീർക്കാൻ കഴിയാത്ത 2 പ്രവർത്തനങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതുകൂടി പറഞ്ഞാലല്ലേ പൂർത്തിയാവുള്ളൂ. നമ്മുടെ നമുക്ക് അവർ പറയുമ്പോൾ ഞാൻ അത് ആദ്യം പറയണം. നമ്മൾ സ്വപ്നം കണ്ടിരുന്ന 2 പദ്ധതികളുണ്ട്. ഒന്ന് തുറക്കുളം മാർക്കറ്റ്, അതുപോലെ സ്ലോട്ടർ ഹൗസിൻ്റെ DPR പൂർത്തീകരിച്ചു. അതിൽ കുറച്ച് പൈസയും കൂടി അയാൾക്ക് കൊടുക്കാനുണ്ട്. ഡോക്ടർ മോഹൻ എന്നൊരാളാണ് അത് എടുത്തിട്ടുള്ളത്. അത് ഇമ്പാക്റ്റ് കേരള വഴി കിഫ്ബിക്ക് ഏൽപ്പിച്ചിരിക്കുക. ഈ തുറക്കുളത്തിനും നമുക്ക് 4.6 കോടി രൂപ തീരദേശ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വഴി പാസ്സായി. ഒരുപാട് നിയമക്കുരുക്കുകൾ അതിലുണ്ടായിരുന്നു. കേസും ഇതൊക്കെ ആയിട്ട് 2021 ആയപ്പോഴാണ് കേസിൻ്റെ ഏകദേശം ഒരു ചുരുളഴിഞ്ഞത്. അത് ഇപ്പോഴും ഒരു ചെറിയ പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. പക്ഷെ അതും പൂർത്തീകരിക്കും ഈ ഭരണസമിതിയുടെ കാലത്ത്. ഇനി അവർ പറഞ്ഞു, നഗരസഭാ കാര്യാലയത്തിന്റെ ഗേറ്റ് മുതൽ ആരംഭിക്കുന്ന വികസന പ്രവർത്തനം അങ്ങ് സ്പോർട്സ് ഹബിൽ വരെ എത്തി നിൽക്കുകയാണ് ചെയർപേഴ്സന്റെ വാക്കുകൾ. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കൗൺസിലർ ചെയർപേഴ്സന്റെ വാക്കുകൾ നഗരം വികസനത്തിൽ മാത്രമാണോ? കുന്നംകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട്
അങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ കുത്തിത്തിരിപ്പോ അങ്ങനെയുള്ള ശല്യമൊന്നും ഇല്ലാത്ത ഒരു നഗരസഭയാണ് കുന്നംകുളം. കഴിഞ്ഞാൽ എല്ലാം വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കൗൺസിലർമാരാണ് ഇവിടെ ജയിച്ചു വന്നത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നത്. കാരണം ചെയർപേഴ്സൺ വരെ കഴിഞ്ഞ പ്രാവശ്യം 22 ആൾ പ്രതിപക്ഷത്തും 15 ആളാണെന്ന് പറയണം. പക്ഷേ എന്നിട്ട് 5 കൊല്ലം പോലും ഒരു അവിശ്വാസ അതിനെ കൊണ്ടുവരാണ്ട് ഭരിച്ച് മുന്നേ പോയി ഒരു നഗരസഭയാണ് കുന്നംകുളം. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം ഒരാളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ നഗരസഭ ഇരിക്കുന്നത്. എന്നാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് യാതൊരു ശല്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾ അത്ര ശ്രമിക്കാറില്ല. കാരണം നമുക്ക് ആവശ്യം വികസനം. ജനങ്ങളെ നമ്മൾ ജയിപ്പിച്ച് ഈ കൗൺസിലേക്ക് പറഞ്ഞേക്കും തന്നെ നാട്ടിൽ വികസനം നടക്കുന്നത്. അവർക്ക് രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല. അവർക്ക് ആ തെരഞ്ഞെടുപ്പ് ഒരു മാത്രമേ രാഷ്ട്രീയമുള്ളൂ. അപ്പോൾ ആ ഒരു പ്രവണതയാണ് ഞങ്ങൾ കൗൺസിലും തുടരാറുള്ളൂ. എല്ലാവിധ പിന്തുണയും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ കൗൺസിൽ വന്നു കഴിഞ്ഞാൽ അതിൽ തൊട്ടതിനെയും പിടിച്ചതിനൊക്കെ വിയോജന കുറിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉന്നയിച്ചിട്ട് കൗൺസിൽ നിരന്തരം തടസ്സപ്പെടുത്തുക, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കുന്നംകുളം നഗരസഭയിൽ മുന്നത്തെ പോലെ മുന്നൊന്നും കുത്തിരിപ്പുകളും പ്രശ്നങ്ങളും വീഴലും കയറലും അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ സ്ഥിതി. ഇന്നൊന്നും ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് അങ്ങനെ ഇല്ല. കാരണം ഞങ്ങളെല്ലാ കൗൺസിലർമാരും എല്ലാവരും വിദ്യാസമ്പന്നരും കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരും എല്ലാവരും കാലം മാറി. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു നല്ലൊരു സമീപനമാണ് ചെയർപേഴ്സണോടും ഒക്കെ നിങ്ങൾ സ്വീകരിച്ചു വരുന്നത്. എന്നാൽ ചെയർപേഴ്സൺ ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കാര്യമാണ് ചെയർപേഴ്സൺ പറഞ്ഞ്. സാധാരണ നമ്മൾ ജനപ്രതിനിധി തെരഞ്ഞെടുക്കുക 5 വർഷത്തേക്കാണ്. അല്ല, ഏതൊരു കൗൺസിലിൻ്റെ ഏതൊരു മന്ത്രിസഭയുടെ കാലം 5 വർഷമാണ്. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് യാതൊരു വികസന പ്രവർത്തനവും ഈ കുന്നംകുളം നഗരസഭയിൽ നടന്നിട്ടില്ല. ചൂണ്ടിക്കാണിക്കാതെ നിങ്ങൾ ഈ 5 വർഷം തന്നെയൊക്കെ ചെയ്തു എന്ന് പറയാൻ തക്ക ഒരു വികസന പ്രവർത്തനവും ഈ കാലത്തുണ്ടായിട്ടില്ല. എന്നാൽ 2015-20 കാലഘട്ടത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇല്ല, നമുക്ക് പറയാൻ ബസ് സ്റ്റാൻഡ് പണിതു, അപ്പോൾ 20 രൂപ ഭക്ഷണം, അതുപോലെ ഹരിതകർമ്മസേന, അങ്ങനെ കുറച്ച് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് സത്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്താണ്. ആ കാലത്ത് ഇവിടെ BJP 2 അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായിരുന്നു. ഒരു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BJP ആയിരുന്നു. ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ചെയർപേഴ്സൺ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പുതിയ കൗൺസിലിൻ്റെ കാലത്ത് ഏകദേശം 2000 തൊട്ട് 2020 മുതൽ 2025 വരെ കാര്യത്തിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യങ്ങൾ. ഞാൻ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം, ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ ജനിപ്പിച്ചിരുന്ന അടിസ്ഥാനപരമായിട്ട് വെള്ളമാണ്. കുന്നംകുളം നഗരസഭയിൽ വെള്ളം, ഇവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പിട്ട് ലോറിയിൽ വെള്ളം വന്നിട്ടാണ് ഇപ്പോഴും ഇത്ര വർഷമായിട്ടും ഇവിടെ ജനങ്ങൾ വെള്ളത്തിന് പരിഹാരം കാണുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് ടാങ്ക് ലോറികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോഴും ശാശ്വതമായിട്ട് പരിഹാരം കണ്ടെത്താൻ കുന്നംകുളം നഗരസഭ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളത്തിനെ നിൽക്കണം. ഏതൊരു രാജ്യത്തും ഏറ്റവും ഒരു മനുഷ്യൻ അത്യാവശ്യം വെള്ളം ഇതൊക്കെ വായുവൊക്കെയാണല്ലോ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു പരാജയമാണ്. കാരണം ഇപ്പോൾ ഒന്ന സമയം തൊട്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കും ചാവക്കാട് മുനിസിപ്പാലിറ്റിക്കും കുന്നംകുളത്ത് കൂടിയാണ് വെള്ളം പോകുന്നത് ഈ കുട്ടനാട് പദ്ധതിയിൽ നിന്നും. എന്നാൽ കുന്നംകുളം നഗരസഭയ്ക്ക് അത് ഇപ്പോഴും അപ്രാപ്യമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലത്. അതുപോലെ തന്നെ വെളിച്ചത്തിൻ്റെ കാര്യത്തിലായാലും ഞങ്ങളൊക്കെ പണ്ട് കുന്നംകുളം നഗരസഭയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തോട് കൂടി ചേർത്തല്ല. ഇവിടെ വരുമ്പോൾ ഒക്കെ മറ്റേ സോഡിയം പേപ്പർ ലാമ്പുകളായിരുന്നു. കുന്നംകുളം നഗരം കണ്ടു കഴിഞ്ഞാൽ ഏത് സമയത്തും പകലായിരുന്നു. അത്രയും പ്രകാശപൂരിതമായിരുന്നു അന്നത്തെ കാലത്ത്. അന്നത്തെ പഴയ മുനിസിപ്പാലിറ്റിയുള്ള സമയത്ത് എല്ലാ പ്രദേശത്തും ടൗണിലൊക്കെ സോഡിയം പേപ്പർ ലാമ്പുകൾ നിന്നിട്ട് 24 നേരം വിളിക്കുന്നവരെ ഒരു പകൽ പോലെയായിരുന്നു കുന്നംകുളം. ഇന്ന് പദസ്ഥ മാറി. അതൊക്കെ എല്ലാം പോയി. ഇപ്പോൾ ഒരു സോഡിയം പേപ്പർ ലാമ്പ് കുന്നംകുളത്ത് കാണാനില്ല. പകരം ഈ ഒരു മൂട്ട ബൾബ് അതിന് പാരിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വൈകുന്നേരം ഇവിടെ നിന്ന് കുന്നംകുളത്ത് വന്ന് പരിശോധിച്ചാൽ കാണാം. ആ ടൗണിൽ മാത്രം MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് നഗരസഭയുടെ ഒരു ചെറിയൊരു LED സംവിധാനം ഉണ്ട്. അതുപോലെ 1-2 സ്ഥലത്ത് 2-3 സ്ഥലത്ത് അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ MP ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറച്ച് പണിതിട്ടുള്ള കുറച്ച് സ്ഥലത്തുണ്ട്. എന്നല്ലാണ്ട് ഇപ്പോഴും ടൗണിൻ്റെ പ്രധാന ഭാഗത്തൊരു വെളിച്ചപ്പോഴും നഗരസഭ കുന്നംകുളത്തേക്ക് എത്തിയിട്ടില്ല. ഒരു വെളിച്ചമില്ലാത്ത നഗരസഭയായിട്ട് ഇപ്പോഴും കുന്നംകുളം മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ റോഡുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എടുത്ത് പറയത്തക്ക ഒരു നല്ലൊരു റോഡ് നമുക്ക് നഗരസഭ ചൂണ്ടിക്കാണിക്കില്ല. എന്നാൽ MLA ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുള്ള കുറച്ച് BMBC നിലവാരത്തിൽ പണിത കുറച്ച് റോഡുകളുണ്ട്. കുന്നംകുളം നഗരസഭ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു റോഡ് പോലും BMBC നിലവാരത്തിൽ പണിതിട്ടില്ല. ഇവിടുത്തെ കുന്നംകുളം നഗരസഭ ടെൻഡർ ചെയ്തിട്ടുള്ള ഒരു റോഡിൻ്റെ പേര് പറയട്ടെ ചെയർപേഴ്സൺ. ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുത്തിട്ട് കുന്നംകുളം നഗരസഭ അതിൻ്റെ പ്ലാൻ ഫണ്ടോ അല്ലെങ്കിൽ ഓൺ ഫണ്ടോ ഉപയോഗിച്ച് ഞങ്ങൾ ടെൻഡർ ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു BMBC നിലവാരത്തിലുള്ള റോഡിൻ്റെ ഒരു പേര് ചെയർപേഴ്സൺ പറയട്ടെ. ഉണ്ടാവില്ല. അതൊക്കെ MLA ഫണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഫണ്ടോ കേന്ദ്ര ഫണ്ടോ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള റോഡുകൾ മാത്രമേ ഇവിടെ കുന്നംകുളത്തുള്ളൂ. എന്നാൽ പഞ്ചായത്തുകളൊക്കെ അങ്ങനെയല്ല. അവർ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് ഉപയോഗിച്ച് 1-2 റോഡുകൾ ഇപ്പോഴും പല പഞ്ചായത്തുകളും റബ്ബറൈസറുണ്ട്. കുന്നംകുളം നഗരസഭയ്ക്ക് മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും റോഡിൻ്റെ കാര്യത്തിലായാലും വെളിച്ചത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോഴും ഒരു ശാശ്വത പരിഹാരം കാണാൻ ഈ കുന്നംകുളം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണല്ലോ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ആവശ്യം. അതിനിപ്പോഴും ഒരു പ്രാധാന്യം ഇവിടുത്തെ ഭരണസമിതി കൊടുത്തിട്ടില്ല. അതുപോലെ പിന്നെ ചെയർമാൻ ഈ പറഞ്ഞിട്ടുള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കൗൺസിലിനകത്തൊന്നും കാര്യമായിട്ടുള്ളൊരു ഇതുണ്ടായിട്ടില്ല. പിന്നെ ചെയർപേഴ്സൺ ഇവിടെ 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ PMAY പദ്ധതി പറഞ്ഞു. നല്ലൊരു കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു PMAY പദ്ധതി നല്ലൊരു 1.5 ലക്ഷം രൂപ അവർ തരുന്നു. 50,000 രൂപ സംസ്ഥാന സർക്കാരിനും ബാക്കി 2 ലക്ഷം രൂപ
മുനിസിപ്പാലിറ്റി ലോൺ എടുത്തിട്ടാണ് തരുന്നത് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇതായിട്ട് കേന്ദ്ര ആകെ 1.5 ലക്ഷം രൂപ തരുന്നുള്ളൂ എന്നാണ് ഒരു പദ്ധതിക്ക് പറയുന്നത്. എന്നാൽ സത്യത്തിൽ ഇതിന് ഒളിഞ്ഞു കിടക്കുന്ന വേറൊരു സൂത്രമുണ്ട്. 1.5 ലക്ഷം രൂപ കേന്ദ്രം തരുന്നു, 50,000 രൂപ നമുക്ക് സംസ്ഥാന സർക്കാർ വരുന്ന കേന്ദ്രം സംസ്ഥാനത്തിന് അയക്കുന്ന ഗ്രാൻറ്റിൽ നിന്നാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൊടുക്കുന്ന ഗ്രാൻറ്റ് ഉണ്ട്, കേന്ദ്രങ്ങൾ സംസ്ഥാനങ്ങൾക്ക്, അതിൽ നിന്നാണ് 50,000 രൂപ തരുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഓൺ ഫണ്ട് എടുത്തിട്ടുള്ളത് തരുന്നത്. അങ്ങനെയാണ് 2 ലക്ഷം. ബാക്കി വരുന്ന 2 ലക്ഷം ലോൺ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഈ ലോൺ തിരിച്ചടിക്കുന്നത് കേന്ദ്ര സർക്കാർ അതാത് വർഷം തരുന്ന ഗ്രാൻറ്റിൽ നിന്ന് 10% എടുത്തിട്ടാണ്. അപ്പോൾ നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്ന് പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു 5 പൈസ ഈ PMI പദ്ധതി ചിലവഴിക്കുന്നില്ല. ഇതിലൊരു സൂത്രതാണ്. കാരണം 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ തരുന്നു, 50,000 രൂപ സംസ്ഥാന സർക്കാർ തരുന്നു. ഇത് രണ്ടും കേന്ദ്ര ഫണ്ട്. ബാക്കി വരുന്ന 2 ലക്ഷം ലോൺ എടുക്കുന്നു. ആ ലോൺ തിരിച്ചടയ്ക്കുന്നത് കേന്ദ്രം തരുന്ന ഗ്രാൻറ്റ് ഉപയോഗിച്ചിട്ടാണ്, പ്രതിവർഷം 10% നീക്കി വെച്ചിട്ട്. അപ്പോൾ 100% അത് ഒരു കേന്ദ്ര പദ്ധതിയാണ്. അപ്പോൾ അതാണ് PMIയുടെ ഒരു ഇത്. അങ്ങനെ ഓരോ പദ്ധതികൾ എടുത്തു നോക്കിയാൽ തന്നെ ധാരാളം വെച്ചാൽ അഭിനത്തെ ഒരു ഈ ഇത് വന്ന സമയത്തൊന്നും തെളിനീരൊടുങ്ങുന്ന നവകേരളം എന്നുകൊണ്ടൊരു സർക്കാർ തന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പദ്ധതി വന്നപ്പോൾ കംപ്ലീറ്റ് റോഡുകളിലൊക്കെ തോടുകളിലൊക്കെ നല്ല തെളിനീർ ഒഴുകും, നല്ലൊരു ആശയമായിട്ട് നിൽക്കുന്നു. ഞങ്ങളെല്ലാം സഹകരിച്ചു. ഞങ്ങളെ കുറച്ച് കൗൺസിലർമാരെ അവിടുത്തെ കുടുംബശ്രീകാരെ ആ തോടിൻ്റെ പക്കത്ത് എല്ലാവരോടും നിരന്നിക്കാൻ പറഞ്ഞു. ഇവിടുത്തെ ഹെൽത്ത് സൂപ്പർ ഒരു ഫോട്ടോ എടുത്തു, ഇനി നിങ്ങൾ പൊക്കോളേന്നും പറഞ്ഞു. അതോടുകൂടി തെളിനീർ ഒഴുകുന്ന നവകേരളം അവിടെ അവസാനിച്ചു. ഇതാണ് തെളിനീർ. അങ്ങനെ സർക്കാർ വന്നിട്ടുള്ള ഓരോ പദ്ധതികളും ഇതാണ്. അപനാദി ദാരിദ്ര്യ കേരളം എന്നിട്ട് അത് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ട് കാര്യമായിട്ടുള്ള ഫണ്ടൊന്നും വിളിച്ചാൽ ചെയർപേഴ്സൺ അറിയാലോ. ഈ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്ര ലക്ഷം രൂപ നഗരസഭ ചെലവഴിച്ചു എന്നൊന്ന് പറയട്ടെ. കാര്യമായിട്ടൊന്നുമില്ല. അവരേനെ ടൗൺ ഹാളിലേക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരെ ടൗൺ ഹാളിലേക്ക് വിളിച്ചു കൊടുന്നു. അവരെ പ്രഷർ പ്രമേയമൊക്കെ ഒന്ന് നോക്കി കുറച്ച് ഗുളിക കൊടുത്തു. അവർക്ക് പോകുന്ന വഴിക്ക് എന്ത് ചെറിയൊരു കിറ്റ്, ഒരു വെള്ളം ചൂടാവാനുള്ള ഒരു ഫ്ലാസ്ക് പോലത്തെ ചെറിയൊരു പാത്രം കൊടുത്തു എന്നൊക്കെ പറയുന്നത്. കുറച്ച് ഈ പ്രൈവറ്റ് കമ്പനികൾ സ്പോൺസർ ചെയ്ത് 1-2 സാധനങ്ങൾ കൊടുത്ത് അവരെ തിരിച്ചയച്ചു. കാര്യമായിട്ടുള്ളൊരു പിന്നൊരു അതിൻ്റെ മുകളിൽ പിന്നൊരു തുടർ ചർച്ചയൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു നമ്മളൊരു ഫീഡ്ബാക്ക് ഇല്ല, ആ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഒരു ദിവസം ഞങ്ങളുടെ കൗൺസിൽ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, നമ്മുടെ കുന്നോളം മുനിസിപ്പാലിറ്റി ദാരിദ്ര്യമില്ലാത്തതുകൊണ്ട് പ്രഖ്യാപിച്ച ദാരിദ്ര്യം ഉണ്ടാവുമോ? അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കണം, അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവണ്ടേ? അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അവർ ചെയ്തിട്ടുള്ളത് കുറച്ച് പ്രൈവറ്റ് സ്കൂളുകളോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആ മാസം അവിടുത്തെ കുട്ടികളിൽ നിന്ന് അവർ എന്തെങ്കിലും പച്ചക്കറി പലചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അത് നിങ്ങൾ തന്നെ അവർക്ക് നേരിട്ട് കൊണ്ടു നടക്കാൻ പറഞ്ഞു. സ്കൂൾ പൂട്ടിയപ്പോൾ അതും കഴിഞ്ഞു. കാരണം കുട്ടികളൊക്കെ പോയില്ലോ. പിന്നെ അപ്പോൾ അവർ പട്ടിണിയിലായി വീണ്ടും അതിദാരിദ്ര്യം. ഈ 2 മാസം പട്ടിണിയിലായിരുന്നു. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ ആശ്രയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി, അതിലൊക്കെ ഒരു മിടുക്കന്മാരാ, ലിസ്റ്റൊക്കെ തയ്യാറാക്കാൻ വരുന്നതൊക്കെ. പക്ഷേ അതിനെ ആ ആശ്രയക്ക് ഇപ്പം സംസ്ഥാന ഫണ്ട് കിട്ടുന്നില്ല. ദാരിദ്ര്യം. അപ്പോൾ നിങ്ങൾ കൗൺസിൽ തിരക്കേണ്ടത് ഇപ്പോൾ ഓൺ ഫണ്ടും തൽക്കാലം എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. നമുക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് റീകൂപ്പ് സംവിധാനം എന്നിട്ട് അങ്ങനെ ഇതുണ്ട്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ റീകൂപ്പ് സംവിധാനം ഒന്നും കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ആശ്രയക്കാർക്ക് ആനുകൂല്യം കിട്ടി തുടങ്ങിയിട്ടില്ല. അതും ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതും തടസ്സം നേരിടുന്നുണ്ട്. അപ്പോൾ അതിനും വ്യക്തമായൊരു ഫോളോ അപ്പില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ ഹരിതകർമ്മസേന കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അതൊക്കെ ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചുകൊണ്ടാണ്. ഓരോ കുടുംബത്തിൽ നിന്ന് 60 രൂപ, ഓരോ കടക്കാരിൽ 100 രൂപ പിരിച്ചുകൊണ്ടിട്ട് ഒരു ബിസിനസ്സാണ്. ആ രീതിയിലാണ് കാണുന്നത്. സേവനം അതിലില്ല. കാരണം അവരിൽ നിന്ന് കൃത്യമായി 100 രൂപ എല്ലാ കടക്കാരിൽ നിന്ന് മേടിച്ച് 60 രൂപ അതിൽ തന്നെയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നതും. അല്ലാണ്ട് ഇപ്പോൾ നഗരസഭയിൽ സംസ്ഥാന സർക്കാർ ഫണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ട് കൊടുത്തിട്ടല്ല അവർ അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 550 രൂപയാണ് ഈ ചുട്ട വെയിലത്ത് അവർക്ക് കാലത്തും രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിട്ട് കൊടുക്കാൻ കഴിയുന്നത്. ഒരു അടിസ്ഥാന ഇവിടെ മുനിസിപ്പൽ ജീവനക്കാരൻ്റെ കാലത്ത് രാവിലെ 6 മണിക്ക് വന്നാൽ 12 മണിക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊടുക്കുന്നുണ്ട് 650 രൂപ. അതുപോലും കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഏറ്റവും പറയുമ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളാണ് ഈ ഹരിതകർമ്മസേനകൾ. അപ്പോൾ അവരെ സംരക്ഷണം. അപ്പം അവർ ഇവിടുന്ന് 55 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവർക്ക് ഒരു ആനുകൂല്യം കൈവച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനൊരു സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ പദ്ധതികളും വലിയൊരു പരാജയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ MLA പദ്ധതികൾ പറഞ്ഞു. ഇവിടെ നടന്നിട്ടുള്ള MLA പദ്ധതികളാണ് കുറച്ചെങ്കിലും നടന്നിട്ടുള്ളത്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ ഇപ്പോൾ ഈ താലൂക്ക് ഓഫീസിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ കുന്നംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നടന്നുണ്ട്. ഇതെല്ലാം കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതികളാണ്. അല്ലാണ്ട് ഇപ്പോൾ അത് നഗരസഭയുടേതായിട്ട് ഒരു രൂപ പോലും അതിൽ കുന്നംകുളം നഗരസഭയിലില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഇവിടെ ഈ പരിസരത്തെ പഞ്ചായത്തുകളിൽ എല്ലാം ജനങ്ങൾ വന്നിട്ട് മത്സ്യവും മാംസമൊക്കെ വാങ്ങിക്കുന്ന കുന്നോളത്തെ ഒരു മാർക്കറ്റ് അത്ര വർഷമായിട്ടുള്ള മാർക്കറ്റാണെന്നറിയാം. ഇപ്പോഴും നമുക്കവിടെ ആ വഴിക്കാണ്ട് തിരിഞ്ഞ മൂക്ക് പത്താണ്ട് ഇപ്പോൾ ഒരാൾക്കും ആ വഴിക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു വികസനം ഒന്നും ആയിട്ടില്ല. അതും പോട്ടെ, ഒരു ലൈസൻസ് ഉള്ളൊരു സ്ഥാപനം പോലെ അതിൻ്റെ അകത്തില്ല. ഈ മാംസം അവർ എവിടെ മുറിച്ച് കൊണ്ടിരുന്നു? ഏകദേശം ഒരു 1000-ലധികം കിലോ മാംസങ്ങളാണ് ഓരോ ദിവസം അവിടെ വിറ്റ് പോകുന്നത്. 1000 ഒരു 2000 കിലോ വരെ മാംസം അവിടെ വിറ്റ് പോകുന്നതിൽ ആ മാംസം അത് എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നോക്കാൻ നഗരസഭയിൽ ഒരു സംവിധാനവും ഇല്ല. മുന്നതായിരുന്നില്ല. ഇവിടെ ഒരു അറവുശാല ഉണ്ടായിരുന്നു, അവിടെ ഒരു വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പരിശോധിച്ചിട്ടാണ് ഇവിടെ മാംസം അവിടെ അറവ് നടന്നിരുന്നുള്ളൂ. ആ അറവുശാല നന്നായി പൂട്ടി. ഇപ്പോൾ ഈ മാംസം ചത്ത മാംസമാണോ ഏത് മാംസമാണോ
ഒന്നൊന്നും ഇത് പരിശോധിക്കാനും ഇവിടെ ഒരു സംവിധാനം ഇല്ല. ആൾക്കാർ തൊട്ട പഞ്ചായത്തിലുള്ള എല്ലാവരും അത് വാങ്ങിക്കൊണ്ട് പോകുന്നു, കഴിക്കുന്നു. ഇനി അതിൻ്റെ ദുരന്തം ഇനി എന്താവുന്നത് നമുക്ക് കണ്ടറിയണം. ഒരു ലൈസൻസോ സംവിധാനം അവിടെ ഇല്ല, അതിന് പരിശോധിക്കാൻ ഒരു സംവിധാനവും ഇല്ല. ഇപ്പോഴും അത് മോശമായിട്ട് ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു ആധുനിക രീതിയിലുള്ള ഒരു അറവുശാല തുടങ്ങുമ്പോൾ നഗരസഭയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംവിധാനവും കാണിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷം, ഇവിടുത്തെ MLA ഇടതുപക്ഷം, ഇവിടുത്തെ നഗരസഭ ഇടതുപക്ഷം, എല്ലാം കൊണ്ടും വളരെ ഇതുപോലെ സൗകര്യം ഒരു കാലത്ത് ഒരു ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല കുന്നോളത്ത്. ഒന്നില്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന കാലത്ത് സംസ്ഥാനം ഭരിക്കുന്നുണ്ടാവുക ഇടതുപക്ഷമായിരിക്കും. അഞ്ഞിപ്പോൾ ഇടതുപക്ഷമാണ് അല്ല കോൺഗ്രസ് ആണ് സംസ്ഥാനത്ത് ഭരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇടതുപക്ഷമായിരിക്കും ഭരിക്കും. ഇതായിരുന്നു സ്ഥിതി. അപ്പോൾ അവരെ മേൽചാരിക്കൊണ്ട് രക്ഷപ്പെടുക പദ്ധതി നിങ്ങൾക്ക് അവിടെ നിന്ന് അനുവദിക്കുന്നില്ല. ഇപ്പോൾ പറയുന്ന രീതിയിൽ കേന്ദ്രം തരുന്നില്ല. അന്ന് പറഞ്ഞിരുന്നതാ സംസ്ഥാനം തരുന്നില്ല എന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതല്ല. 3 സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷമാണ്. പ്രതിപക്ഷത്തിനെ കൊണ്ട് യാതൊരു ശല്യമില്ല, ഒരു കുഴപ്പം കൊണ്ടുമില്ല. എന്നിട്ടും ഇവർക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് വലിയൊരു പരാജയമല്ലേ? ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാന വെള്ളം, വെളിച്ചം, റോഡ്, ഈ അടിസ്ഥാന സൗകര്യത്തിൽ ഇപ്പോഴും ഒരു വീഴ്ച. പിന്നെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ എല്ലാത്തിലും ഒരു ഫീഡ്ബാക്ക് ഇല്ല. ഒരു വലിയൊരു പരാജയമാണ്. രാഷ്ട്രീയപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ എല്ലാവരും പരാജയമെന്ന് പറഞ്ഞിട്ട് ഇല്ലാണ്ടാക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഓരോ കാര്യങ്ങളെടുത്ത് വസ്തുനിഷ്ഠമായിട്ടും നമുക്ക് അന്വേഷിച്ചറിയാം ഓരോ പദ്ധതിയും പരാജയമാണ്. ഓക്കെ, എന്തായാലും വികസനത്തിനൊപ്പം നിൽക്കുമ്പോൾ പോലും പ്രതിപക്ഷ അംഗങ്ങൾ മറ്റേ അതായത് ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും. എന്തായാലും അതിൻ്റെ മറുപടിയിലേക്ക് എത്താം. നമുക്ക് കോൺഗ്രസ് പ്രതിനിധി കൂടിയായ ബിജു കൗൺസിലർക്ക് എങ്ങനെയാണ് ഈ 4 വർഷം പിന്നിടുമ്പോൾ ഭരണസമിതിയെ വിലയിരുത്തും? ഈ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പട്ടണത്തിലൊന്നാണ് കുന്നംകുളം നഗരസഭ. ഇത് ആദ്യകാലങ്ങളിൽ തന്നെ അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ ആ കാലഘട്ടങ്ങളിൽ അന്ന് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് കൃത്യമായിട്ട് അത് പരിപാലിച്ചു പോന്നിരുന്നു. അത് മാർക്കറ്റിൻ്റെ കാര്യത്തിലായാലും അതെ, അറവുശാല ആയാലും അതെ, നഗരസഭയുടെ ഭരണത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ, കുടിവെള്ള പദ്ധതികളിൽ എല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോന്നിരുന്നതാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അഭിജിത്ത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 മുതൽ 2025 വരെയുള്ള നഗരസഭാ വികസനത്തെക്കുറിച്ച് ചെയർപേഴ്സണോട് ചോദിച്ചപ്പോൾ ചെയർമാൻ കൂടുതൽ സമയം ചിലവാക്കിയത് 2015 മുതൽ 2020 വരെയുള്ള വികസനത്തെക്കുറിച്ച് പറയാനാണ്. നഗരസഭയുടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തനത് ഫണ്ട് വർധനവാണ് നഗരസഭയ്ക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനം. നാളിത്രയായിട്ടും ഈ 5 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടും, ഈ ചെയർമാൻ്റെ ഭാഷയിൽ 10 കൊല്ലം ഭരിച്ചിട്ടും നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഈ 10 കൊല്ലം എന്ന് ഞാൻ പറയാം. ഇനിയിപ്പോൾ ചെയർമാനെ സഹായിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് 10 കൊല്ലം എന്ന്. 5 കൊല്ലത്തെ ചോദ്യത്തിന് 10 കൊല്ലത്തെ മറുപടിയാണ് ചെയർമാൻ പറഞ്ഞത്. ഈ 5 കൊല്ലമായിട്ടോ 10 കൊല്ലമായിട്ടോ തനത് ഫണ്ട് വർധനവിന് ഒരു പദ്ധതിയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടില്ല. പഴയ കാലങ്ങളിൽ ഇന്ന് നഗരസഭയിലുള്ള എല്ലാ പദ്ധതികളും നിലവിൽ വന്നിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞ മാതിരി തന്നെ പഴയ കാലത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. മുമ്പ് ടൗൺ ഹാള്, നിലവിലുള്ള ടൗൺ ഹാളാണ്. ലൈബ്രറി കെട്ടിടം നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നു. 3 മത്സ്യ മാർക്കറ്റ് ഉണ്ടായിരുന്നു, കുന്നംകുളത്തുണ്ടായിരുന്നു. അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിലവിലെ കാലങ്ങളായിട്ട് നഗരസഭയിൽ നിലനിന്നിരുന്ന സ്ഥാപനങ്ങളാണ്. പുതിയതായിട്ടൊന്നും ഈ നഗരസഭ കണ്ടുപിടിച്ചിട്ടില്ല. കാലാകാലങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും ഇല്ലേ? ആദ്യകാലത്ത് കുന്നംകുളം പട്ടണത്തിൽ ടൗണിൽ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി കാളവണ്ടി വന്നിരുന്നു. ഇപ്പോൾ കാളവണ്ടിയില്ല. അത് ഈ ചെയർപേഴ്സൻ്റെ ഭരണത്തിൻ്റെ കേമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ പട്ടണത്തിൽ വന്നിട്ടുണ്ട്. അംബാസഡർ കാർ ഇപ്പോൾ കാണാനില്ല. അത് നഗരസഭാ ചെയർപേഴ്സൻ്റെ ഭരണനേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ വളരെ പിന്നിലാണ് ഈ 5 കൊല്ലം ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തുറക്കുളം മാർക്കറ്റ്. തുറക്കുളം മാർക്കറ്റിൻ്റെ ഈ 2010 തന്നെ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് BOTക്ക് കൊടുത്ത് ആ BOTക്ക് കൊടുക്കുന്ന ചില അഴിമതികളുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ചിട്ട് നമ്മളോട് അത് ഏറ്റെടുക്കാൻ പറഞ്ഞാണ് നഗരസഭയോട്. ആ കെട്ടിടം ഏറ്റെടുക്കാൻ പറഞ്ഞാണ്. ആ നഗരസഭ സർക്കാർ ഉത്തരവുള്ളതാണ്. നഗരസഭ അത് ഏറ്റെടുത്തില്ല. നഗരസഭ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ആ BOT അടിസ്ഥാനത്തിൽ നടന്നിയ ആളുകളെ സഹായിക്കുന്ന ഒരു നിലപാടാണ് നഗരസഭയുടെ ഭാഗത്തുണ്ടായത്. അതിപ്പോഴും അതുപോലെ നിൽക്കുകയാണ്. 10,000 ആളുകൾ കാലത്ത് ടൗണിലെ ഒരു കച്ചവടത്തിന് വരുന്ന, ചുരുക്കം പറഞ്ഞ കേരളത്തിലെ തന്നെ അത്രയും നേരം കൊണ്ട്, കുറഞ്ഞൊരു സമയം കൊണ്ട് ഇത്രയും ആളുകൾ വരുന്ന ഒരു മത്സ്യ മാർക്കറ്റാണ്. അതിപ്പോഴും അതേമാതിരി കിടക്കുകയാണ്. കാരണങ്ങൾ പലതുണ്ട്. ഏതൊരു കോർപ്പറേഷനെ ഏൽപ്പിച്ചു കൊടുത്തു, പണി നടന്നിട്ടില്ല 5 കൊല്ലമായിട്ട്. 5 കൊല്ലമായിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ, ആ ചെളി തുറു മാറ്റാൻ, ഒരു കോൺക്രീറ്റ് ചെയ്യാൻ വരെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു പദ്ധതി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നാളെ ചെയ്യും പദ്ധതി വെച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് പ്രസംഗങ്ങളിൽ ഇങ്ങനെ കേമായിട്ട് ചതുരൊപ്പിച്ച് വർത്തമാനം പറയാമെന്നുള്ളതല്ലാതെ ഒരു നടപടിയും അതുപോലെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അറവുശാല പഴയ കാലത്ത് ഇപ്പം മുരളി പറഞ്ഞ മാതിരി അറവുശാല ഉണ്ടായിരുന്നു.
ഇന്നിപ്പോൾ നഗരത്തിലെ ഈ മാംസം മുറിക്കുന്നതോ ആർക്കറിയാം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും? സാധിക്കില്ല. നമ്മളിവിടെ ഒന്ന് വാങ്ങിച്ചു പോകുന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കഴിക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ നോക്കണം. ഇവർക്ക് ഇതിനൊക്കെ ചെയ്യേണ്ട ഒരു പണി എന്താ? അതേപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമ്മൾ കാലങ്ങളായിട്ട്, ഞാൻ ഈ നഗരസഭയിൽ വന്ന ചെയർമാനായ കാലം മുതൽ ഞാനും കൗൺസിലറായിട്ടിരിക്കുന്ന ഒരാളാണ്. ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പറയാമെന്നുള്ളതല്ലാതെ അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇവർ ചെയ്യുന്ന പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ DPR തയ്യാറാക്കാൻ കൊടുക്കുക. ആ DPR തയ്യാറാക്കാൻ കൊടുക്കുന്നത് കള്ളന്മാരായിട്ടുള്ള കമ്പനിക്കാർക്കാണ് DPR തയ്യാറാക്കാൻ കൊടുത്തത്. സീവേജ് ട്രീറ്റ്മെൻറ്റ് BPR തയ്യാറാക്കാൻ കൊടുത്തത് ഈ റാം ബയോളജിക്കൽ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ്. അവർ 30 ലക്ഷം വാങ്ങിച്ചു, അവരവരുടെ തൊഴിലേക്ക് പോയി, അവർ കാശ് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, അവർക്ക് ടെൻഡറിലൊന്നും പങ്കെടുക്കേണ്ട. പഴയ CPMൻ്റെ ഈ സംഘടനകളിലുള്ള ആളുകളൊക്കെ പെൻഷൻ പറ്റി, അതുപോലെ ഈ രാഷ്ട്രീയത്തിൽ 75 വയസ്സ് കഴിഞ്ഞ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുള്ള ചില സംഘടനകളുണ്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ. അവർക്ക് ഏതിനും എന്ത് ചെയ്യാം, ഈ ഇതില്ലാതെ പങ്കെടുക്കാം, ടെൻഡറില്ലാതെ പങ്കെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു സന്തതിയാണ് IRTC. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് DPR തയ്യാറാക്കാൻ വേണ്ടി കൊടുക്കുക. DPR ഒരുപാട് DPR ഉണ്ട്. ആ DPR ഒക്കെ തയ്യാറാക്കിയത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന DPRകളാണോ? അല്ല. അത് നഗരസഭയ്ക്ക് കിട്ടുന്ന ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ ഫണ്ടുകളൊക്കെ ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂന്നുണ്ട്. അതിനുവേണ്ടി ഇവർ കുറേ കാശ് ചിലവാക്കി അതിൻ്റെ കുറേ വെള്ളാനുകൾ ആ സംഖ്യ തിന്ന് സുഖമായിട്ട് അവരുടെ പ്രവർത്തനം നടത്തുക എന്നല്ലാതെ കുന്നംകുളം പട്ടണത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി ഇതുവരെ തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ഈ ലൈഫ് മെഷീൻ പദ്ധതി. ഭൂരഹിത ഭവനരഹിതർക്ക് 10 കൊല്ലം മുമ്പ് അവരിൽ നിന്ന് അപേക്ഷ വാങ്ങിച്ചു വെച്ചതാണ് 2015. ഒരു വീട് പണിയാൻ ഒരു സ്ഥലം കണ്ടെത്താൻ ലൈഫ് പദ്ധതിയുടെ പ്രകാരം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് ഫ്ലാറ്റ് പണിയുന്നതിന് ഒരു സ്ഥലം കണ്ടെത്താൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വന്ന ആളുകൾ ചോദിക്കുക എന്തായി, ഇപ്പം ശരിയാവുമെന്ന് പറയുന്നില്ലോ. ഇപ്പം ശരിയാവും, ഒന്നും ചെയ്തിട്ടില്ല. അതിന് PMIയുടെ ഫണ്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ ഭൂരഹിത ഭവനരഹിതർക്ക് ഒരു വീട് പോലും വെച്ച് കൊടുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നഗരസഭയുടെ പരാജയമാണ്. അതുപോലെ അമൃത് പദ്ധതിയിൽ അവർക്കൊരു ഫണ്ട് വന്നു, കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫണ്ടാണ്, മുരളി പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്. ആ ഫണ്ട് വെച്ച് പൈപ്പ് ഇട്ടു. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരണ്ടേ? പൈപ്പ് കാലത്ത് ഇട്ടിട്ട് കണ്ട് നമ്മൾ ഈ പടങ്ങൾ കാണുന്ന മാതിരി തൊട്ടും നിറയിൽ വയ്ക്കാനുള്ളതല്ലോ പൈപ്പ് കൂടെ വെള്ളം വരണ്ടേ? തുറന്നു കഴിഞ്ഞാൽ പൈപ്പിൽ വെള്ളം വരാനുള്ള പദ്ധതിയില്ല. കഴിഞ്ഞ ബഡ്ജറ്റ് പുസ്തകത്തിൽ ഞാൻ വായിച്ചതെന്ന് വെച്ചാൽ തൃത്താലയിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് കൂറ്റനാട് പമ്പിങ് സ്റ്റേഷൻ വെച്ച് വെള്ളം കൊണ്ടുവരാനുള്ള പദ്ധതി, അതിന് 15 കോടി രൂപ വെച്ചിട്ടുണ്ട്. അതൊക്കെ എഴുതാൻ സുഖമാണ് പദ്ധതികളൊക്കെ. അതൊന്നും നടപ്പിലാക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ചെയർമാൻ പറഞ്ഞ അതുപോലെ നമ്മൾ എപ്പോഴും പറയണത് ഭിന്നശേഷി സൗഹൃദ ഓഫീസ് 10 കൊല്ലമായിട്ട് പറയണതാണ്. ഈ ചെയർമാനെ കാണണമെങ്കിൽ എങ്ങോട്ട് പോകണം? മല കുഞ്ഞമ്മദിനെ തേടി വന്നു എന്ന് പറഞ്ഞ മാതിരി ചെയർമാൻ താഴ്ത്തിക്ക് വരണം. ചെയർമാനൊരു ഭിന്നശേഷിക്കാരന് കാണാനുള്ള സാഹചര്യമില്ല, ഓഫീസിൽ കയറാനുള്ള സൗകര്യമില്ല. ഭിന്നശേഷി സൗഹൃദമാക്കണം ഓഫീസ് എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ നഗരസഭയിലില്ല. ഒരു കാര്യം അടിസ്ഥാനമായി സാധാരണക്കാരന് ഗുണമുണ്ടാക്കാവുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ട് ഒന്നിനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി 5 കൊല്ലമായിട്ട് ഉണ്ടായില്ല. ഈ 5 കൊല്ലമായിട്ട് പ്രത്യേകിച്ച്. പിന്നെ നഗരസഭ ചെയർമാൻ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലൂക്ക് ഹോസ്പിറ്റൽ പണിയുണ്ട്, ഞങ്ങൾ അതിനെ ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. താലൂക്ക് ആസ്ഥാനം പണിയുണ്ട്, ഇവിടെ ഈ നമ്മുടെ ഗ്രൗണ്ട് പണിതിട്ടുണ്ട്. ഇതൊക്കെ ഒരു MLA എന്നുള്ള നിലയിൽ അവരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണ്. അപ്പോൾ ചെയർമാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെയർമാൻ ആ കഴിഞ്ഞ കാലഘട്ടം മുതൽ നമ്മൾ ഈ പരുന്തിനെ കുട്ടി പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ചരകമേ കയറ്റിയിരുത്തി ഇങ്ങനെ പറക്കും. ആ പറക്കണതിനൊപ്പം അതവിടെ ഇരുന്നു. 5 കൊല്ലം ചെയർമാൻ നഗരസഭയുടെ പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പുതുപദ്ധതികളൊന്നും ഉണ്ടായില്ല. ആ MLA നടത്തുന്ന പരിപാടികളൊക്കെ നഗരസഭയുടെയാണെന്ന് പറഞ്ഞ് നമ്മൾ പറയും എല്ലാറ്റിൻ്റെ ആൾ ഞാനാണെന്ന് പഴയ ഒരു പഴഞ്ചൊല്ല് കടപ്പുറത്ത് പറയുന്ന മാതിരി അതിൻ്റെയൊക്കെ ആൾ ഞാനാണ് എന്ന് പറഞ്ഞ് ആ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകളിലൊക്കെ എല്ലാം ചെയർമാനാണെന്ന് പറയുന്നത്. അതല്ലാതെ നഗരസഭ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കിയത് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉറുപ്പിട വരുമാനം പഴയ കാലത്ത് B ക്ലാസ് മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു നഗരസഭയാണ് കുന്നംകുളം നഗരസഭയായിരുന്നത്. ഇന്ന് നഗരസഭയുടെ സ്ഥിതി എന്താ? വരുമാനം വർദ്ധിക്കാൻ ഇപ്പോൾ നമ്മൾ അവിടെ ബസ് സ്റ്റാൻഡ് പണിതു, എല്ലാവരും കൊട്ടിച്ച് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ബസ് സ്റ്റാൻഡ്.
ആ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതിയിൽ എന്താ അവിടെ ഫേസ് 1 കിടക്കുന്ന കെട്ടിടങ്ങളിലെ റൂമുകളൊന്നും വാടകയ്ക്ക് പോകുന്നില്ല. ആ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ കെട്ടിടം പണിയുമ്പോൾ കുന്നംകുളം പട്ടണത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ എന്ന് അത് ശ്രദ്ധിക്കാൻ അന്ന് നഗരസഭാ ഭരണാധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇന്നുമില്ല. അതിൻ്റെ മോൾ ഭാഗത്തെ 3 നിലകൾ അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ സ്ഥിതി കണ്ടിട്ടുണ്ടോ? പോയിട്ട് നിങ്ങൾ പോയി നോക്കിയാലേ അറിയാൻ പറ്റുമോ? അത് പൂർണ്ണമായി അത് ഒരാൾ പോലും വാടകയ്ക്ക് എടുക്കാൻ തയ്യാറല്ല, അതുപോലെ അടഞ്ഞു കിടക്കുകയാണ്. അന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഊരാളുകളിനെ നന്നാക്കുക എന്നുള്ളത് മാത്രം. ഊരാളുകൾ അതുപോലത്തെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ IRTC മാരത്തെ ഒരു വേന്തരന്മാരാണ് ഊരാളുകളേർ. അവരെ സഹായിക്കുക, അവരുടെ പ്ലാൻ എന്താ അത് അംഗീകരിക്കുക. അത് ഈ പട്ടണത്തിൽ ചോദിച്ചൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടല്ല അത് പണിതത്. അത് പണിയാത്തത് കൊണ്ട് അതവിടെ അങ്ങനെ നിൽക്കുകയാണ്. എവരെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞ് നമ്മളാകെ നിൽക്കുന്നവർ കൂടി ആ തിരുത്തിക്കാട് പാടത്ത് ഞാൻ ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ഏതെങ്കിലും റിപ്പോർട്ടറെ പോയിട്ട് കരിഞ്ഞ ഓയിൽ കിടക്കുന്ന മാതിരിയാണ് അവിടെ വെള്ളത്തിൽ കിടക്കുന്നത്. 150-150 വീടുകളിലെ വെള്ളം കുടിക്കാൻ പറ്റണില്ല. ഈ മുഴുവൻ ഇത് ചോർന്നു പോയിട്ടും ഈ വെള്ളം അതിലേക്ക് വന്ന് കറുത്ത നിറാണ്, കരിഞ്ഞ ഓയിലാണ് ആ പാടത്ത് കെട്ടി കിടക്കുന്നത്. പിന്നെ ചെയർമാൻ ഏറ്റവും പറഞ്ഞൊരു രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല വീട് നല്ല നഗരം കേൾക്കാൻ നല്ല ഒരു ഭാഷയാണ്. കേൾക്കുമ്പോൾ ആളുകൾക്ക് ശുചിത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമാണ്. എല്ലാവരും ഭവിഷ്യത്തുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിൽ പറയാം. നഗരസഭയുടെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിൽക്കുന്ന 4 കൂടിയ സെൻറ്ററല്ലേ, ഇവിടെ ഈ സെൻറ്ററാണ്. ആ സെൻട്രലിലേക്കുള്ള കാനയിൽ വന്ന് ചേർന്നത് തൊട്ടപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കമ്പൾസേറ്ററിൽ നിന്നുള്ള ടോയ്ലറ്റ് വേസ്റ്റാണ് വന്ന് വരുന്നത്. നഗരസഭ മറ്റുള്ളവർക്ക് നോട്ടീസ് കൊടുക്കുന്നു, പിഴ വാങ്ങിക്കുന്നു. ഈ നിയമം കർക്കശമാക്കിക്കൊണ്ട് നഗരസഭയ്ക്ക് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് പിഴ കുറച്ച് കൂടുതൽ കിട്ടി അത്യാവശ്യം ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്താൻ നഗരസഭയ്ക്ക് കഴിയുന്നുണ്ട്. അതല്ലാതെ ആദ്യം നമ്മൾ മാതൃകയാവണ്ടേ. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമ്മളൊരു മാതൃകയാവണം. നഗരസഭ മാതൃകയായിട്ടില്ല. കമ്പൻസേഷൻ്റെ ഓവർഫ്ലോ എവിടേക്കാണ്? കാനയിലേക്കാണ്. ആ കാനകളിലൊക്കെ മണം ശ്രദ്ധിച്ചാലറിയാം. അപ്പം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ചെയർമാൻ അത് ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ തരുന്ന ഫണ്ട് ഇപ്പോൾ 10 കോടി തന്നു, 10 കോടി രൂപ ഇന്നൻ്റെ രൂപത്തിൽ ചിലവാക്കാൻ പറയണം. അത് ഇവിടെ നിന്ന് ചിലവാക്കൽ മാത്രമേ പറ്റുമോ? അപ്പോൾ നമ്മൾ മീറ്റിംഗ് വിളിക്കുക, അതിന് 1 ലക്ഷം രൂപ ചിലവ് എഴുതുക, ചായക്ക് കാപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് വെറുതെ ചിലവുകൾ എഴുതുക, മീറ്റിങ്ങുകൾ വിളിക്കുക. ഈ അടുത്ത കർമ്മസേനക്കാർ വരും, ചെയർമാൻ വിളിച്ച മീറ്റിങ്ങിന് വരും, അവരവിടെ ഇരുന്ന് അത് കേട്ട് പോവും, അവർ കൈയടിക്കും. അപ്പം അങ്ങനെ ഈ ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊന്നും അങ്ങനെ അന്ധമായിട്ടൊന്നും ചെയർമാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. വികസനം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ തന്നെ വികസനത്തിന് ഞങ്ങൾ അംഗീകരിക്കണുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല. ഈ ആളുടെ മുഖത്ത് പൊടിയിട്ട് അവരതൊക്കെ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ എതിർക്കിൻ്റെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നഗരസഭയ്ക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. അതല്ലാതെ ഒരു പ്ലാനിങ് ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? MLA ഉള്ള ഒരു ആളെന്നുള്ള നിലയ്ക്ക് അവർക്ക് ഫണ്ടുണ്ട്. ഒരു MP-ക്കുള്ള ഫണ്ടല്ല ഒരു MLA-ക്ക് കിട്ടുന്നത്. ഒരു നിയോജകമണ്ഡലത്തിലേക്ക് 5 കോടി രൂപ ഒരു കൊല്ലം വരികയാണ്. അപ്പോൾ 10-25 കോടി അങ്ങനെ വരും. നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് ഇതൊക്കെ കഴിഞ്ഞ 5 കൊല്ലം അവസാന കാലഘട്ടത്തിലാണ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞ്. ആ ബസ് സ്റ്റാൻഡിലേക്ക് അകത്തേക്ക് കിടക്കാനുള്ള ഒരു വഴി, ആകെ ഒരു 400 മീറ്ററുള്ള വഴി, അത് പൂർത്തീകരിച്ച് വളവില്ലാതെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ പണ്ട് ഈ പപ്പു പറഞ്ഞ മാതിരി താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ മാതിരി ചുരം ചുറ്റിയ മാതിരി വരണം ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കാൻ. അത് ആ സ്മിതാസ് റോഡിൻ്റെ അവിടുന്ന് TK കൃഷ്ണൻ റോഡിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കാനുള്ള ആ പണി പൂർത്തീകരിക്കാൻ പോലും ഏറ്റവും മിനിമം ഈ 5 കൊല്ലം ബസ് സ്റ്റാൻഡിലേക്ക് 400 മീറ്റർ വഴി ഉള്ള വഴി ഇപ്പോൾ അവർ വിട്ട് തന്നിട്ടുള്ള അതിൽ ആവശ്യമുള്ളത് എക്വയർ ചെയ്യണം നിർബന്ധമായിട്ട്. അത് ഏറ്റെടുത്തിട്ട് ആ പണി പൂർത്തീകരിക്കാൻ ഈ 5 കൊല്ലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞ കൊല്ലത്ത് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മീതെ ആ മേനി പറഞ്ഞ് പഴയ MLA മന്ത്രിയായിരുന്ന സമയത്ത് കുറച്ച് ഫണ്ടൊക്കെ അവർക്ക് കിട്ടുമല്ലോ. ഒരു CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, അവർ മന്ത്രിയാണ്. അപ്പോൾ ചില സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ചില ഫണ്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ ഫണ്ട് ചെയ്ത പ്രവർത്തികളുടെ മേന്മ പറഞ്ഞിട്ട് ഈ 10 കൊല്ലം നയിക്കുന്ന ഒരു നിലപാടാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ അതിന് ചെയർമാനും അതിൽ കുറ്റക്കാരിയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളതൊക്കെ സ്വാഭാവിക വളർച്ച, ഒരു പട്ടണത്തിലുണ്ടാവുന്ന സ്വാഭാവിക വളർച്ചയല്ലാതെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി വികസന കാഴ്ചപ്പാടോടുകൂടി ഈ 5 കൊല്ലത്ത് ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ചർച്ചകൾ കൊഴുക്കുകയാണ്. ഒട്ടനവധി വികസന നേട്ടങ്ങൾ ചെയർപേഴ്സണ് പറയാനുള്ളപ്പോൾ തന്നെ ചില പോരായ്മകൾ കൗൺസിലർമാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല,
ചർച്ചകൾ നീളുകയാണ്. മറ്റ് വിശദമായ ചർച്ചയിലേക്ക് തന്നെ അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി.